Good morning. നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രാക്ഷൻസ് അല്ലേ സ്റ്റാർട്ട് ചെയ്തേ അല്ലെ? അതില് 3 ടൈപ്സ് ഫ്രാക്ഷൻസ് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാ പറഞ്ഞേ? പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, മിക്സഡ് ഫ്രാക്ഷൻ അല്ലെ? 3 പറഞ്ഞു. ഇനി കുറച്ച് ടൈപ്സും കൂടി ഉണ്ട് ഫ്രാക്ഷന്റെ. ഡെസിമൽ ഫ്രാക്ഷൻ, വൾഗർ ഫ്രാക്ഷൻ, ഇക്വലന്റ് ഫ്രാക്ഷൻ, ലൈക്ക് ഫ്രാക്ഷൻ, അൺലൈക്ക് ഫ്രാക്ഷൻ. ഇത്രയും ടൈപ്സ് ഫ്രാക്ഷൻസ് പഠിക്കാനുണ്ട്. 3 നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിലെ മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ? ഇനി ഇംപ്രോപ്പർ ഫ്രാക്ഷനെ എങ്ങനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാം അറിയോ? കൺവേർഷൻ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാൻ അറിയോ? അതിനു വേണ്ടി എന്താ ചെയ്യേണ്ടതെന്നറിയോ? Listen here. ഇപ്പോ $63 divided by 5. 63 divided by 5 എന്ന് പറയുന്നത് എന്ത് ഫ്രാക്ഷനാ? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഇതിനെ എങ്ങനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാം? എങ്ങനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാം? 63 divided by 5 ചെയ്യണം. 63 divided by 5 ചെയ്യാം. സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ ഡിവിഷൻ ചെയ്യാം. 63 divided by 5. 6 5 1 times വരും. 1 into 5 5 minus ചെയ്യുമ്പോൾ 1 3 താഴേക്ക് എഴുതി. 13 5 2 times 2 into 5 10 by minus ചെയ്യുമ്പോൾ 3. സാധാരണ ഡിവിഷനിൽ നമ്മൾ എന്ത് ചെയ്യും? ഫർദർ പ്രോഗ്രസിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ പോയിന്റ് ഇടും, എന്നിട്ട് ഇവിടെ 0 ഇടും, എന്നിട്ട് അതിനെ ഡിവൈഡ് ചെയ്യും അല്ലേ? അങ്ങനെയല്ലേ ചെയ്യുന്നേ? ഇവിടെ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ വേണ്ടി ഇത്രയും ചെയ്താൽ മതി. പോയിന്റ് ഇട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യണ്ട. മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഹോൾ നമ്പറും ഒരു ഫ്രാക്ഷനും ആണല്ലോ. 2 പോർഷൻ അല്ലേ അതിനുള്ള? ഒരു ഹോൾ നമ്പറും ഒരു ഫ്രാക്ഷനും. അപ്പോ ഇതിൽ ഹോൾ നമ്പർ ആയിട്ട് നമുക്ക് 3 നമ്പേഴ്സ് ഉണ്ട് ഇവിടെ. 12 ഉണ്ട്, 5 ഉണ്ട്, 3 ഉണ്ട്. ഇതില് ഹോൾ നമ്പർ ആയിട്ട് എഴുതേണ്ടത് എന്താ? കിട്ടിയ ആൻസർ ഡിവൈഡ് ചെയ്ത് കിട്ടിയ ആൻസർ ആണ് നമുക്ക് ഹോൾ നമ്പർ ആയിട്ട് എഴുതേണ്ടത്. അതായത് 12. 12 3 5. 12ഉം 3ഉം 5ഉം ഉണ്ട്. ഇനി എന്താ ചെയ്യണ്ടേ? ഡിനോമിനേറ്റർ ആയിട്ട്, ഇനി ഫ്രാക്ഷന്റെ പോർഷൻ അല്ലേ, ഡിനോമിനേറ്റർ ആയിട്ട് നമ്മുടെ ഇംപ്രോപ്പർ ഫ്രാക്ഷനകത്തുള്ള ഡിനോമിനേറ്റർ തന്നെ എഴുതുക. ഏതാ? 5. ഇംപ്രോപ്പർ ഫ്രാക്ഷനകത്ത് വരുന്ന ഡിനോമിനേറ്റർ 5. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഈ റിമൈനിങ് ഉണ്ടല്ലോ 3, അതായിരിക്കും മിക്സഡ് ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ ആയിട്ട് വരുന്നത്. അപ്പോ 63 by 5 എന്നുള്ളതിനെ നമ്മള് മിക്സഡ് ഫ്രാക്ഷൻ ആക്കി ചേഞ്ച് ചെയ്ത് എഴുതുമ്പോ 12 3 by 5 എന്ന് വരും. നമുക്ക് കിട്ടിയ ആൻസർ മിക്സഡ് ഫ്രാക്ഷന്റെ ഹോൾ നമ്പർ
കിട്ടിയ റിമൈനിങ് മിക്സഡ് ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ, ഇംപ്രോപ്പർ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ, മിക്സഡ് ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ. ഇനി ഇത് നമുക്ക് കിട്ടിയത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഇതിനെ നേരെ ഒന്ന് തിരിച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഈ മിക്സഡ് ഫ്രാക്ഷനെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് 5 കൊണ്ട് 3 ആഡ് ചെയ്താല് ഈ 63 കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. 12 into 5 60, 60 plus 3 65 divided by 3. മനസ്സിലായോ? ഒന്നും കൂടി ചെയ്ത് നോക്കാം. 254 by 25. 264 divided by 25. ഇതൊരു improper fraction ആണല്ലോ. Numerator is greater than denominator, so it is a improper fraction. We have to change this improper fraction into mixed fraction. For that, we have to divide 254 by 25. 254 divided by 25. 2 ൽ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 25നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 1 divided by 25, 1 into 25 25, മൈനസ് ചെയ്താൽ 0, 4 ഇറക്കി എഴുതി. 4നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, സോ here put a 0, 0 into 25 0, മൈനസ് ചെയ്താൽ 4. അപ്പൊ ഇവിടെ ആൻസർ we get 10, remaining 4. അപ്പൊ മിക്സഡ് ഫ്രാക്ഷൻ ഒക്കെ എഴുതുമ്പോ whole number is 10, 20, numerator 4, denominator 10, 25. 25. Whole number is 10, numerator is 4, denominator is 25. So the mixed fraction is 10 4 by 25. മനസ്സിലായോ? അപ്പോ പ്രോപ്പർ ഫ്രാക്ഷൻ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാനും മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാനും മനസ്സിലായല്ലോ. ഈ 3 ടൈപ്സിലും നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും വന്നിട്ടില്ലല്ലോ. പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, മിക്സഡ് ഫ്രാക്ഷൻ. നെക്സ്റ്റ് ടൈപ്പ് ഈസ് ഡെസിമൽ ഫ്രാക്ഷൻ. Next type of fraction is decimal fraction. What is a decimal fraction? It is a fraction whose denominator is any of the numbers 10, 100, 1000, etc. Decimal fraction is a fraction whose denominator is any of the numbers 10, 100, 1000, etc. 10 ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന നമ്പേഴ്സ്, 10 ന്റെ മൾട്ടിപ്പിൾസ് അല്ല, 10, 100, 1000, that type of numbers denominator ആയിട്ട് വരുന്ന ഫ്രാക്ഷനെയാണ് ഡെസിമൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. Okay, example 7 by 10, 37 by 100, 29 by 1000, etc. ഡെസിമൽ ഫ്രാക്ഷനകത്ത് ഏതായിരിക്കും ഡിനോമിനേറ്റർ ആയിട്ട് വരിക? ഒന്നുകിൽ 10, അല്ലെങ്കിൽ 100, അല്ലെങ്കിൽ 1000, അല്ലെങ്കിൽ 10,000, അല്ലെങ്കിൽ lakh, that type of numbers. Okay, then
Next, vulgar fraction. Vulgar fraction. What do you mean by vulgar fraction? A vulgar fraction is a fraction whose denominator is a natural number other than 10, 100, 1000, etc. Denominator ഏത് natural number ആണെങ്കിലും but other than 10,000, 10, 100, 1000, etc. Decimal fraction അല്ലാതെ denominator വേറെ ഏത് natural number വന്നാലും that type of fraction is called vulgar fraction. Got it? Decimal fraction is a fraction whose denominator is any of the numbers 10, 100, 1000, 10,000, etc. But vulgar fraction is a fraction whose denominator is a natural number other than 10, 100, 1000, etc. Decimal fraction അല്ലാതെ വരുന്ന ബാക്കി ഏത് ഫ്രാക്ഷനെയും we call it as vulgar fraction. Okay, decimal fraction അല്ലാതെ ബാക്കിയുള്ള എല്ലാ ഫ്രാക്ഷനെയും നമ്മൾ vulgar fraction എന്ന് വിളിക്കും. There are two remarks. First one, if both the numerator and the denominator of a fraction are multiplied by the same non-zero number, then the value of the fraction does not change. Understand? മനസ്സിലായോ? If the numerator and the denominator of a fraction is multiplied by the same number, if both the numerator and denominator is multiplied by the same number, but here is a condition, it should be a non-zero number. Zero അല്ലാതെ വേറെ ഏതൊരു നമ്പറിനെ കൊണ്ടും നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററെയും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ then the value of the fraction does not change. അതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യില്ല. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ വാല്യൂവിൽ ചേഞ്ച് വരില്ല. അത് ഓർത്തു വെക്കുക. If both the numerator and the denominator is multiplied by the same number, it should be a non-zero number. Zero അല്ലാതെ വേറെ ഏത് നമ്പറിനെ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ then the value of the fraction does not change. Its value remains constant. Value will change ഉണ്ടാവില്ല. Example നോക്കിയേ, 2/3. 2/3 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷനെ രണ്ട് നമ്പേഴ്സിനെയും 2നെയും 3നെയും നമ്മൾ സെയിം നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 into 2, 3 into 2. That is equal to 2 into 3, 3 into 3. That is equal to 2 into 4, 3 into 4. That is also equal to 2 into 5, 3 into 5. That is again also equal to 2 into 6, 3 into 6, etc. അതായത് 2/3 എന്ന് പറയുന്ന ആ ഒരു ഫ്രാക്ഷനെ 2നെയും 3നെയും ഏത് നമ്പറിനെ കൊണ്ടും സെയിം നമ്പർ ആയിരിക്കണം, ഏത് നമ്പറിനെ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്താലും അതിന്റെ വാല്യൂ will remain constant. Okay, then remarks number 2, if both the numerator and the denominator of a fraction are divided by their common factor, then the value of the fraction does not change. ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ഒരു കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ, കോമൺ ഫാക്ടർ മീൻസ് common factor is എന്താ common factor? രണ്ട് നമ്പറിനെയും കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും
കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ നമ്പർ, ദാറ്റ് ഈസ് കോമൺ ഫാക്ടർ. ഇപ്പൊ 3ന്റെയും 6ന്റെയും കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 3 ആണ് അല്ലെ. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6ന്റെയും 12ന്റെയും കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 2 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട് അല്ലേ. കോമൺ ഫാക്ടേഴ്സ് അറിയോ? ഹയസ്റ്റ് കോമൺ ഫാക്ടർ പഠിച്ചിട്ടുണ്ടോ? HCF പഠിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. HCFും LCM. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, ഹയസ്റ്റ് കോമൺ ഫാക്ടർ പഠിച്ചിട്ടുണ്ടാവും. 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും, 5ലോ 6ലോ. ഓക്കെ, അപ്പോ ഒരു ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും അതിന്റെ കോമൺ ഫാക്ടർ, അത് HCF തന്നെ ആവണമെന്നില്ല, കോമൺ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ the value will remain constant. The value of the fraction does not change. നേരത്തെ നമ്മൾ പറഞ്ഞു, രണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരു സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ വാല്യൂവിൽ ചേഞ്ച് ഉണ്ടാവില്ല. അതേപോലെ തന്നെ ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും കോമൺ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, its value will remain constant. അതിന്റെ വാല്യൂവിൽ ചേഞ്ച് ഉണ്ടാവില്ല. Okay, then next type of fraction is equivalent fraction. Equivalent fraction spelling എന്താ? equivalent EQUIVALENT. It is pronounced as equivalent. Equivalent fraction. These are two or more fractions which represent the same part of a whole are called equivalent fraction. Two or more fractions which represent the same part of a whole are called equivalent fraction. ഒരു ഹോൾ തിങ്ങിന്റെ ഒരു സെയിം പോർഷൻ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന two or more fraction, അതിനെയാണ് equivalent fraction എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവില്ല, ഇല്ലല്ലോ? ഇല്ല, ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാതെ അത് മനസ്സിലാവില്ല. ഇവിടെ 3 സർക്കിൾസ് ഉണ്ട്. അതില് ആദ്യത്തെ സർക്കിളിനെ ഞാൻ എന്ത് ചെയ്തു? 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. രണ്ടാമത്തെ സർക്കിളിനെ എന്ത് ചെയ്തു? 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. മൂന്നാമത്തെ സർക്കിളിനെ 8 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി ഓക്കെ, അപ്പൊ ഈ ഒന്നാമത്തെ സർക്കിളിന്റെ ആദ്യത്തെ ഭാഗം, ആദ്യത്തെ ഹാഫ് കളർ കൊടുത്തിട്ടുണ്ട്.
ഒന്നാമത്തെ സർക്കിളിനെ 2 ഭാഗമാക്കിയിട്ടുണ്ട്. അതിലൊരു പാർട്ടിന് ഞാൻ കളർ കൊടുക്കും. രണ്ടാമത്തെ സർക്കിളിന് അതേപോലെ അതേപോലെ ഹാഫ് പാർട്ടിന് കളർ കൊടുത്തു. ഇനി മൂന്നാമത്തെ സർക്കിളില് അതേപോലെ ഒരു പാർട്ടിന് കളർ കൊടുത്തു. ഓക്കെ, അപ്പോ ഈ ഒന്നാമത്തെ പാർട്ടില് കളർ കൊടുത്ത ഭാഗം എങ്ങനെ നമ്മൾ ഫ്രാക്ഷൻ ആയിട്ട് പറയും? 2 പാർട്സ് ആക്കിയതില് 1 പാർട്ടിനല്ലേ നമ്മൾ കളർ കൊടുത്തേ അല്ലേ? അപ്പൊ അത് 1/2 അല്ലേ? 1/2 അല്ലേ? ഈ സർക്കിളിന്റെ ഹാഫ് പോർഷൻ ആണ് ഞാൻ 3 സർക്കിളിലും കളർ കൊടുത്തിരിക്കുന്നത് അല്ലെ? സർക്കിളിന്റെ പകുതിക്കല്ലേ കളർ കൊടുത്തേ? ഒന്നാമത്തെ പാർട്ടില് ആ ഹാഫ് പോർഷൻ എന്ന് പറയുന്നത് 2 പാർട്ട് ആക്കിയതിൽ ഒരു പാർട്ടാണ്. രണ്ടാമത്തെ സർക്കിളിലോ 4 പാർട്ട് ആക്കിയതിൽ 2 പാർട്ടിനാണ് കളർ കൊടുത്തിരിക്കുന്നത് അല്ലെ? 4 പാർട്ട് ആക്കിയതിൽ 2 പാർട്ടിന്, അപ്പോ 2/4. ഇനി മൂന്നാമത്തെ സർക്കിളിലോ 4/8. 8 പാർട്സ് ആക്കിയതിൽ 4 പാർട്സിൽ കളർ കൊടുത്തിട്ടുണ്ട്. സോ 4/8. അപ്പൊ ഈ 3 ഫ്രാക്ഷൻ നോക്കിയേ, 1/2, 2/4, 4/8. ഈ 3 ഫ്രാക്ഷനും റെപ്രസെന്റ് ചെയ്യുന്ന ഒരേ പോർഷൻ അല്ലേ? ഒരേ പോർഷനെ അല്ലേ ഇത് റെപ്രസെന്റ് ചെയ്യുന്നേ? ഒരു സർക്കിളിന്റെ ഒരു ഹാഫ്, ആ ഒരു ഹാഫിനെ തന്നെയാണ് ഈ 3 ഫ്രാക്ഷനും റെപ്രസെന്റ് ചെയ്യുന്നത്. 1/2 ആയാലും 2/4 ആയാലും 4/8 ആയാലും ആ സർക്കിളിന്റെ ഹാഫ് പോർഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. So these 3 fractions are called equivalent fractions. മനസ്സിലായോ? 3 സർക്കിളിന്റെ ഹാഫ് പോർഷനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ 3 ടൈപ്സ് ഫ്രാക്ഷൻസ് ഉപയോഗിച്ചു. 1/2, 2/4, 4/8. These 3 fractions are called equivalent fractions. Okay, അപ്പൊ equivalent fractions എന്ന് പറഞ്ഞാൽ എന്താ? 2 or more fractions which represent the same part of a whole are called equivalent fractions. Equivalent fractions എങ്ങനെ നമുക്ക് കിട്ടും? Equivalent fractions എങ്ങനെ കിട്ടും? ഒരു ഫ്രാക്ഷനെ ഇപ്പൊ കണ്ടോ, ഫസ്റ്റത്തെ ഈ ഫ്രാക്ഷൻ 1/2 എന്നുള്ള ഫ്രാക്ഷൻ, അതിനെ 2 എന്നുള്ള നമ്പർ കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്താലാണ് 2/4 കിട്ടുന്നത്. 1 × 2 2, 2 × 4 2 × 2 4. അതേപോലെ തന്നെ ഈ 1/2 എന്നുള്ള ഫ്രാക്ഷനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ മൂന്നാമത്തെ ഫ്രാക്ഷൻ കിട്ടും. 4/8 ഈ ഫ്രാക്ഷൻ കിട്ടുമല്ലോ. 1 × 4 4, 2 × 4 8. അപ്പൊ നമുക്ക് ഒരു ഫ്രാക്ഷൻ തന്നാൽ അതിന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നുകിൽ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും അതിന്റെ കോമൺ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. Then we get the equivalent fractions. Equivalent fractions can be obtained by multiplying or dividing both the numerator and the denominator of a fraction by the same non-zero number. തന്നിരിക്കുന്ന ഫ്രാക്ഷനെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്താലോ we will obtain the equivalent fractions. Got it? മനസ്സിലായോ? Next type of fraction is
Next type of fraction is like fraction. What is like fraction? Like fractions are the fractions having the same denominator but different numerator. Same denominator but different numerator. കുറച്ച് fractions എടുത്താൽ അതിന്റെ numerator different denominator same ആണെങ്കിൽ that type of fractions are called like fractions. അതായത് ഒരു ഹോളിനെ നമ്മൾ കുറേ പാർട്ടാക്കി ഡിവൈഡ് ചെയ്തു. എന്റെ കയ്യില് 100 ചോക്ലേറ്റ്സ് ഉണ്ട്. 100 ചോക്ലേറ്റ്സ് ഉണ്ട്. അതില് ചോക്ലേറ്റ്സ് എന്റെ കയ്യിലുണ്ട്. അതില് 25 നമ്പേഴ്സ് 25 ചോക്ലേറ്റ്സ് ഞാൻ ആർക്ക് കൊടുത്തു? ഷോണിന് കൊടുത്തു. ഷോണിന്റെ സ്പെല്ലിംഗ് ഇത് തന്നെയാണോ? അല്ല. ഓക്കെ, എന്നാ അങ്ങനെ ആയിക്കട്ടെ. ഷോണിന് കൊടുത്തു. ഇനി 23 നമ്പേഴ്സ് ഞാൻ ആനിന് കൊടുത്തു. ഒരു 30 നമ്പേഴ്സ് ഞാൻ ദിയക്ക് കൊടുത്തു. ഓക്കെ, ബാക്കി എന്റെ കയ്യിലുണ്ടെന്ന് വെച്ചോ. അപ്പോ ഇതിനകത്ത് 25 ചോക്ലേറ്റ്സ് ഞാൻ ഷോണിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ എത്ര പോർഷനാണ് ഞാൻ കൊടുത്തത് എന്റെ കയ്യിലുള്ളതിൽ നിന്ന്? 25 ഡിവൈഡഡ് ബൈ 100, 25 by 100 അല്ലേ? എന്റെ കയ്യിലുണ്ടായ ടോട്ടൽ ചോക്ലേറ്റ്സിന്റെ 25 by 100 പാർട്സ് ആണ് ഞാൻ ഷോണിന് കൊടുത്തത്. ആനിന് കൊടുത്തതോ 23 by 100. ദിയക്ക് കൊടുത്തതോ 30 by 100. ഒരു ഹോൾ പാർട്ടിനെ, അതായത് 100 ചോക്ലേറ്റ്സ് ഉള്ള ഹോൾ പാർട്ടിനെ ഞാൻ ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്കൊക്കെ തന്നു. അങ്ങനെയാകുമ്പോ അതിന്റെ ന്യൂമറേറ്റർ ആർ ഡിഫറെന്റ് ആൻഡ് ഡിനോമിനേറ്റേഴ്സ് ആർ സെയിം. ഇവിടെ ന്യൂമറേറ്റേഴ്സ് വരുന്നത് 25ഉം 23ഉം 30ഉം ആണെങ്കിലും denominators are always 100. So these fractions are called like fractions. Numerator different, denominator same ആണെങ്കിൽ these that type of fractions are called like fractions. Then last type of fraction, unlike fraction. Unlike fraction. Unlike fractions are the fractions having different denominators. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഡിഫറെന്റ് ഡിനോമിനേറ്റേഴ്സും ഡിഫറെന്റ് ന്യൂമറേറ്റേഴ്സും ഉള്ള ഫ്രാക്ഷൻസിനെയാണ് അൺലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള ഫ്രാക്ഷൻസ് നമ്മൾ പഠിച്ചു? പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, മിക്സഡ് ഫ്രാക്ഷൻ, ഡെസിമൽ ഫ്രാക്ഷൻ, വർഗർ ഫ്രാക്ഷൻ, ഇക്വാലന്റ് ഫ്രാക്ഷൻ, ലൈക്ക് ഫ്രാക്ഷൻ, അൺലൈക്ക് ഫ്രാക്ഷൻ. ഇനി ഫ്രാക്ഷൻസിന്റെ കുറച്ച് 2-3 പ്രോപ്പർട്ടീസും ഇതിനിടയ്ക്ക് പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാ? ഡിനോമിനേറ്റേഴ്സ് നെവർ ഷുഡ് ബി 0. ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആവില്ല. When we multiply the numerator and denominator by the same number, their value will not change. ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ ഫ്രാക്ഷന്റെ വാല്യൂ വിൽ ചേഞ്ച് ഉണ്ടാവില്ല. ലൈക്ക് ദാറ്റ്, when we divide numerator and denominator by the same number or common factor, its value will remain constant. Its value will not change. ഈ 3 പ്രോപ്പർട്ടീസും പഠിച്ചു ഇല്ലേ? ഇനി
ഇനി പഠിക്കാനുള്ളത് പിന്നെ ഒരു കൺവേർഷനും കൂടി പഠിച്ചിട്ടുണ്ട്. രണ്ട് കൺവേർഷൻ. ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാനും മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാനും പഠിച്ചിട്ടുണ്ട്. കൺവേർഷൻ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു കൺവേർഷൻ കൂടിയുണ്ട്. കൺവേർഷൻ ഓഫ് അൺലൈക്ക് ഫ്രാക്ഷൻസ് ഇൻടു ലൈക്ക് ഫ്രാക്ഷൻസ്. അത് കുറച്ച് ശ്രദ്ധിച്ച് പഠിക്കാനുണ്ട്. അതിന്റെ എക്സാമ്പിളും ചെയ്യാം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. കുറച്ചധികം പറയാനുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഹോംവർക്ക് പേജ് നമ്പർ 25 ഏറ്റവും മേലെ ഒരു എൻറിച്ച്മെന്റ് ആക്ടിവിറ്റി കണ്ടോ? 3 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അതൊന്ന് ചെയ്തു. പേജ് നമ്പർ 25 ഏറ്റവും മേലെയുള്ള എൻറിച്ച്മെന്റ് ആക്ടിവിറ്റി. Select the correct answer. Which of the following is an improper fraction? Which of the following are like fractions? A fraction equivalent to 7/9. Like fractions കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണ്ടേ? അതിലെ like fractionsലെ ഏറ്റവും ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അത് like fractions ആണോ നോക്കാൻ ഡിനോമിനേറ്റർ സെയിം ആണോ നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ 3 ഹോംവർക്ക് ആയിട്ട് ടെക്സ്റ്റ് തന്നെ ടിക്ക് ഇട്ടാൽ മതി. ഓക്കെ, അപ്പൊ കൺവേർഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. Let's wind up the class. Bye.